Hello dear students, welcome to my YouTube channel. Today we are discussing about types of delivery. There are different types of childbirth such as vaginal delivery, C-section, forceps delivery etc. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് നോർമൽ ഡെലിവറി അല്ലെങ്കിൽ വെജൈനൽ ഡെലിവറി. വെജൈനൽ ഡെലിവറിനെയാണ് നമ്മൾ നോർമൽ ഡെലിവറി എന്ന് വിളിക്കുന്നത്. അമ്മയുടെ ബർത്ത് കനാൽ അല്ലെങ്കിൽ വെജൈനയിൽ കൂടി കുട്ടിയെ പ്രസവിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നോർമൽ ഡെലിവറി അല്ലെങ്കിൽ വെജൈനൽ ഡെലിവറി എന്ന് വിളിക്കുന്നത്. 37 to 42 വീക്സ് ആണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു പീരീഡ് കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് വെജൈനൽ ഡെലിവറി ഉണ്ടാവുന്നത്. ഏറ്റവും കോമൺ ആയിട്ടും അതുപോലെ തന്നെ ഏറ്റവും ചീപ്പറായിട്ടും അതുപോലെ റിസ്ക് കുറഞ്ഞിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് ഈ വെജൈനൽ ഡെലിവറി അല്ലെങ്കിൽ നോർമൽ ഡെലിവറി എന്ന് പറയുന്ന മെത്തേഡ്. വെജൈനൽ ഡെലിവറിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഇറ്റ് ഈസ് ചീപ്പസ്റ്റ് ആൻഡ് സേഫസ്റ്റ്. സേഫും ആണ്, കമ്പാരിറ്റീവ്ലി ചീപ്പും ആണ്. ദെൻ ലോവർ റേറ്റ്സ് ഓഫ് ഇൻഫെക്ഷൻ. നമുക്കറിയാം C-സെക്ഷനൊക്കെ കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ നോർമൽ ഡെലിവറിൻ്റെ കേസിൽ ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ വെജൈനൽ ഡെലിവറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ലാക്ടേഷൻ, കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനായിട്ട് പറ്റും. C-സെക്ഷനൊക്കെ ആണെങ്കിൽ അമ്മയുടെ ഹെൽത്തൊക്കെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് പെട്ടെന്ന് തന്നെ ഡെലിവറി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങാനായിട്ട് പറ്റും. നോർമൽ ഡെലിവറി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്പോണ്ടേനിയസ് വെജൈനൽ ഡെലിവറി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഡ്യൂസ്ഡ് വെജൈനൽ ഡെലിവറി. സ്പോണ്ടേനിയസ് വെജൈനൽ ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് മാക്സിമം 40 വീക്സ് ആണ്. ഈ 40 വീക്സ് ആവുന്ന സമയത്ത് നമുക്ക് നോർമലായിട്ട് തന്നെ പെയിൻ വരും. നമ്മൾ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ, ലേബർ ഇൻഡ്യൂസിങ് ഡ്രഗ്സ് ഇല്ലാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് പെയിൻ വന്നിട്ട് നമ്മൾ നോർമലി ഈ ഒരു ഡെലിവറി പ്രോസസ്സിലോട്ട് പോകുന്നതാണ് സ്പോണ്ടേനിയസ് വെജൈനൽ ഡെലിവറി. ഇവിടെ കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യാതൊരു വിധത്തിലുള്ള ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, സെർവിക്സ് കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇൻഡ്യൂസ്ഡ് വെജൈനൽ ഡെലിവറിയുടെ കേസിൽ സെർവിക്സ് ഓപ്പൺ ചെയ്യാനും സോഫ്റ്റൻ ചെയ്യാനും നമ്മൾ ഡ്രഗ്സ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഇൻഡ്യൂസ്ഡ് വെജൈനൽ ഡെലിവറി എന്ന് പറയുന്നത്. ചില കേസിൽ 40 വീക്സ് കഴിഞ്ഞാലും പ്രഗ്നൻസി ലേറ്റ് ആവുന്നൊരു ടൈമുണ്ട്, പെയിനൊന്നും വരാത്തത് കൊണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സെർവിക്സ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഡ്രഗ്സ് ഇൻഡ്യൂസ് ചെയ്തിട്ട് നോർമൽ ഡെലിവറി കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതാണ് ഈ ഒരു സെക്കൻഡ് ടൈപ്പിൽ വരുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡെലിവറി ആണ് C-സെക്ഷൻ ഓർ സർജിക്കൽ ഡെലിവറി. നമ്മൾ കോമൺ ആയിട്ട് സിസേറിയൻ എന്ന് വിളിക്കുന്ന ഡെലിവറി ആണ് സെക്കൻഡ് ടൈപ്പ്. ഇൻ സിസേറിയൻ ദ ബേബി ഈസ് റിമൂവ്ഡ് ഫ്രം ദ യൂട്രസ് ത്രൂ ദ ഇൻസിഷൻ ഓൺ ദി അബ്ഡോമിനൽ വാൾ. അതായത് അമ്മയുടെ അബ്ഡോമിനൽ വാൾ, അമ്മയുടെ വയറ് കീറിയിട്ടാണ് കുട്ടിയെ നമ്മൾ പുറത്തെടുക്കുന്നത്. ഇതൊരു മേജർ സർജറി ആണ്. C-സെക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ ആണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ഈ ഒരു C-സെക്ഷൻ ഷെഡ്യൂൾ ചെയ്യാനും പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നോർമൽ ഡെലിവറിയെ പോലെ നമ്മൾക്ക് പെയിൻ വരുന്ന സമയത്ത് പ്രസവിക്കുക എന്നുള്ളൊരു രീതിയല്ല, നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അമ്മയുടെ യൂട്രസും അബ്ഡോമിനലും ഇൻസിഷൻ ചെയ്തിട്ടാണ് ഈ ഒരു കുട്ടിയെ നമ്മൾ പുറത്തെടുക്കുന്നത്. ഈ ഇൻസിഷൻ തന്നെ വെർട്ടിക്കൽ രീതിയിലും ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ സൈഡ് ടു സൈഡും ചെയ്യാറുണ്ട്. ഇത് അമ്മയുടെ കണ്ടീഷനും ഈ ഒരു ഫീറ്റസിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ടാണ് ഏത് രീതിയിലുള്ള ഇൻസിഷനാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ഏതൊക്കെ കേസുകളിലാണ് നമുക്ക് C-സെക്ഷൻ നടത്തേണ്ടത് നോക്കാം. മെയിനായിട്ടും മൾട്ടിപ്പിൾ ബേബീസ് ഉണ്ടെങ്കിൽ, അതായത് 2ഓ അതിലധികമോ കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻലി സിസേറിയൻ ആണ് നടത്താറുള്ളത്. എല്ലാ കുട്ടികളെയും പുഷ് ചെയ്ത് നോർമൽ ഡെലിവറി ആയിട്ട് ചെയ്യാന്നുള്ളത് അമ്മയെ സംബന്ധിച്ച് കുറച്ച് റിസ്കി ആയിരിക്കും, ടയേർഡ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ മൾട്ടിപ്പിൾ ബേബീസ് ഉണ്ടെങ്കിൽ C-സെക്ഷൻ നടത്തുന്നത്. അതുപോലെ വലിയ കുട്ടിയാണെങ്കിൽ, കുട്ടിയുടെ സൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ സിസേറിയൻ ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ചില കുട്ടികളുടെ ഹെഡ് സൈസൊക്കെ വളരെ വലുപ്പമുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ C-സെക്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻസ്, പ്രീവിയസ് സർജറി അല്ലെങ്കിൽ മുന്നത്തെ പ്രസവം C-സെക്ഷൻ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യൂട്രസിൻ്റെ കണ്ടീഷൻസൊക്കെ അനുസരിച്ചിട്ട് സർജറി വേണം എന്നുള്ള കേസുകളാണെങ്കിൽ നമ്മൾ C-സെക്ഷൻ ആണ് ചെയ്യാറുള്ളത്. അതുപോലെ നമുക്കറിയാം കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് ഹെഡാണ് ആദ്യം വരേണ്ടത്, പുറത്തോട്ട് വരേണ്ടത്. ചില കേസിൽ കുട്ടി നേരെ തിരിഞ്ഞിട്ട് കാല് ഫസ്റ്റ് വരുന്ന രീതിയിലാണ് കുട്ടിയുടെ പൊസിഷൻ എങ്കിൽ അത് റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ C-സെക്ഷൻ നടത്താറുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പൊതുവേ C-സെക്ഷൻ പ്രിഫർ ചെയ്യാറുണ്ട്. നോർമൽ ഡെലിവറി പെയിൻഫുൾ ആയതുകൊണ്ട് തന്നെ C-സെക്ഷൻ പ്രിഫർ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ്. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡെലിവറി ഈസ് ഫോർസെപ്സ് ഡെലിവറി. ഫോർസെപ്സ് ഡെലിവറി എന്നുള്ളത് ഒരു അസിസ്റ്റഡ് ഡെലിവറി ആണ്.
ഈ ഇമേജിൽ കാണിച്ചിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഫോർസെപ്സ് എന്ന് വിളിക്കുന്നത്. വെജൈനൽ ഡെലിവറി നടക്കുന്ന സമയത്ത് ആ ഒരു പുഷ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഈ പുഷിങ് ഫേസിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ്, പുഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും ഡിസ്ട്രെസ് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ഫോർസെപ്സ് ഡോക്ടർ യൂസ് ചെയ്തിട്ട് കുട്ടിയുടെ ഹെഡ് പോർഷനിൽ വെച്ചിട്ട് കുട്ടിയെ പുറത്തോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്ന, പുള്ള് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ഫോർസെപ്സ് ഡെലിവറി എന്ന് പറയുന്നത്. അതായത് കുട്ടി പെട്ടെന്ന് പുറത്തോട്ട് വരുന്നില്ല, അമ്മയ്ക്കും അത്രയും നേരം പുഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അങ്ങനെയുള്ള സമയത്ത് ലേബർ ടൈം കൂടാനുള്ള സാധ്യതയുണ്ട്. ലേബർ ടൈം വളരെ പ്രൊലോങ്ഡ് ആയിട്ട് മാറും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ഫോർസെപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയെ പുള്ള് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് സി സെക്ഷൻ ഒഴിവാക്കാം. അടുത്ത ടൈപ്പ് ഓഫ് ഡെലിവറിയാണ് വാക്വം എക്സ്ട്രാക്ഷൻ ഡെലിവറി. ഇതൊരു കപ്പാണ്, പമ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടൊരു കപ്പ്. ഈ ഒരു കപ്പ് നമ്മൾ പുഷ് ചെയ്യുന്ന ടൈമിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് കുട്ടിയുടെ ഹെഡ് പോർഷനിൽ വെച്ചിട്ട് വാക്വം യൂസ് ചെയ്തിട്ട് കുട്ടിയെ പുള്ള് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതും നമ്മൾ വെജൈനൽ ഡെലിവറി നടക്കുന്ന സമയത്ത് സി സെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അസിസ്റ്റൻസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വാക്വം എക്സ്ട്രാക്ഷൻ ഡെലിവറി എന്നുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് വെജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ, VBAC ആണ്. മോസ്റ്റ് ഓഫ് ദ കേസ് ഫസ്റ്റ് ഡെലിവറി സി സെക്ഷൻ ആണെങ്കിൽ അടുത്ത ഡെലിവറിയും സി സെക്ഷൻ തന്നെ ആയിരിക്കും. പക്ഷെ റീസെൻ്റായിട്ട് നമ്മളുടെ പ്രീവിയസ് ബർത്ത് സി സെക്ഷൻ ആണെങ്കിലും അടുത്ത ഡെലിവറി നമുക്ക് നോർമൽ ഡെലിവറി അല്ലെങ്കിൽ വെജൈനൽ ബർത്ത് ആക്കാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ വെജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ, VBAC എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി സെക്ഷൻ നടക്കുന്ന സമയത്ത് അമ്മയുടെ അബ്ഡോമിനൽ വോളും യൂട്രസും കട്ട് ചെയ്തിട്ടാണ് കുട്ടിയെ പുറത്തെടുക്കുന്നത്. അതൊരു സർജറിയാണ്. അപ്പോൾ അതിന് ശേഷം അത് ഉണങ്ങാനൊക്കെ കുറേ നാളുകളൊക്കെ എടുക്കും. സോ പിന്നീട് നമ്മൾ നോർമൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് പ്രഷർ ഉണ്ടാവുമ്പോൾ നേരത്തെ സിസേറിയൻ ചെയ്ത സമയത്തുള്ള കട്ടുണ്ടല്ലോ, അവിടെ ഇതൊരു പ്രഷർ കാരണം കട്ട് വലുതാവാനും യൂട്രസ് ഓപ്പൺ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോർമലി ഫസ്റ്റ് സിസേറിയന് ശേഷം പിന്നീട് ഉണ്ടാകുന്ന ഡെലിവറിയും സിസേറിയൻ തന്നെ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ റീസെൻ്റായിട്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഡെലിവറി സിസേറിയൻ ആണെങ്കിൽ തന്നെയും നമുക്കിപ്പോൾ ഇൻഡ്യൂസ്ഡ് ലേബറൊക്കെ ഉള്ളത് കാരണം നമുക്ക് നോർമൽ ഡെലിവറി ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അതാണ് VBAC എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ബർത്ത് വാട്ടർ ബർത്ത് ആണ്. ഒരു ബാത്തബ് അല്ലെങ്കിൽ പൂളിൽ ചൂടുവെള്ളം വെച്ചിട്ട് അതിൽ നമ്മൾ പ്രസവിക്കുന്ന ഒരു പ്രോസസ്സാണ് വാട്ടർ ബർത്ത് എന്ന് പറയുന്നത്. വാട്ടർ ബർത്ത് ചെയ്യുന്നത് കുറച്ചും കൂടി നമുക്ക് റിലാക്സ് ചെയ്യാനും പെയിൻ കുറവായിട്ട് തോന്നാനും വേണ്ടിയിട്ടാണ്. സോ ഇത്രയാണ് കോമൺ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബർത്ത്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.